രക്ഷാപ്രവർത്തനവും ശുഭപ്രതീക്ഷയോട് കൂടിയാണല്ലോ മുന്നോട്ട് പോവുക. ഏതായാലും നമുക്കും ആ ഒരു തിരിച്ചുവരവിനായിട്ടുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ് ഉള്ളത്. സമയം ഏറെ വൈകി എന്നൊക്കെ അറിയാം, പക്ഷേ ചില ശുഭ സൂചനകൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ GPS സിഗ്നൽ കിട്ടിയത്, അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ ഓണായിരുന്നുവെന്ന ഭാരത് ബെൻസിൽ നിന്നുള്ള വിവരം, അതുപോലെ ഇന്നലെ വരെ മൊബൈൽ ഫോൺ ആക്റ്റീവായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ശുഭപ്രതീക്ഷയോട് കൂടി മാത്രമേ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടതുള്ളൂ. ഈ നിമിഷത്തിൽ നിലവിലേതായാലും ഈ സംവിധാനങ്ങൾ അവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കളക്ടറുടെ പ്രതികരണം നമ്മൾ കേട്ടു, അതുപോലെ തന്നെ SP-യുമായും സംസാരിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതാണ് ദേശീയപാത 66. ഇതിൻ്റെ വശത്ത് ഈ റോഡ് അടുത്തിടെ നവീകരിച്ചിരുന്നു. ഇതിൻ്റെ വശങ്ങളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു കുന്നുണ്ട്. ഈ കുന്ന് ചെത്തിയെടുത്തേക്കുന്ന ഒരു രീതി തന്നെ നോക്കൂ. ഇത്തരം രീതി തന്നെയാണ് ഈ കുറച്ച് അപ്പുറത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ ഒരു പ്രദേശത്തൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കുന്നിൻ്റെ അടിഭാഗം ഇങ്ങനെ തുരന്നാണ് എടുത്തിരിക്കുന്നത്. ഈ അടിഭാഗം തുരക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാലൻസിങ് അത് നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ തന്നെയാണ് പെട്ടെന്ന് വലിയ ഒരു കനത്ത മഴ 2-3 ദിവസം നീണ്ടു നിന്ന കനത്ത മഴ പെയ്തപ്പോൾ ഈ ഒരു മാറ്റം പ്രകൃതിയിൽ ഉണ്ടാവുകയും അത് ഒരു മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിലേക്കൊക്കെ മാറുന്നത്. ഇതിൻ്റെ ബാലൻസിങ് നശിക്കുമ്പോൾ തന്നെ നീർച്ചാലുകൾ കാര്യമായി ഇല്ലാത്ത ഒരു പ്രദേശം ഇതാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം തന്നെ കാര്യമായി ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇടയിലുള്ള നീർച്ചാലുകളെല്ലാം തന്നെ അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വാട്ടർ കണ്ടന്റ് ഈ മണ്ണിൽ ഉണ്ട്. മണ്ണിനങ്ങനെ ഭാരം കൂടുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. കനത്ത മഴ വന്നപ്പോൾ ഈ ബാലൻസിംഗ് ഒക്കെ തെറ്റി ഇതെല്ലാം കൂടി കുത്തിയൊലിച്ച് വരികയായിരുന്നു. ഏതായാലും നമുക്ക് കുറച്ച് ദൂരെ നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കാണുന്ന ആ പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഉള്ളിലേക്ക് പോയി, അതായത് പോലീസിൻ്റെ നിയന്ത്രണങ്ങളുണ്ട്, അതിന് ഉള്ളിലേക്ക് അധികം പോകാൻ പറ്റില്ല. മാക്സിമം സൂമിൽ കാണുന്ന ആ പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയുടെ ഓരം തന്നെയാണ് ആ പ്രദേശം. ആ സൈഡിൽ കൂടെ ദേശീയപാത പോകുന്നതും അതിൻ്റെ നിർമ്മാണവും നമുക്ക് കാണാം. ഏതായാലും ആ പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പോലീസിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ നിൽക്കുന്നു. ഏതായാലും ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്നുള്ളത് ഒരു കഷ്ടിയൊരു 3 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ അവിടെ മണ്ണ് ഇടിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. അതിനടിയിലാണ് ഈ ലോറിയുടെ സിഗ്നൽ ലഭിച്ച ഈ ഒരു ഭാഗം ഉള്ളത്. ഏതാണ്ടൊരു നേരത്തെ അവിടെ പോയ ചില ആളുകൾ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ പറയുന്നതനുസരിച്ച് 100 മീറ്റർ ഭാഗത്തെങ്കിലും മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ ലോറി കാണാനാകൂ എന്നുള്ളതാണ് പറയുന്നത്. നിലവിലവിടെ 6 JCB എങ്കിലും ഉപയോഗിച്ച്, JCB ഹിറ്റാറ്റിയൊക്കെ ഉപയോഗിച്ച് അവിടെ ഈ നടപടികൾ നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീം, അതുപോലെ തന്നെ NDRF, അതുപോലെ മറ്റ് അഗ്നിശമന സേനാ വിഭാഗങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നോർക്കണം, ചൊവ്വാഴ്ച പുലർച്ചെയാണ്, ഏതാണ്ട് ഒരു 4 മണിയോട് കൂടിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയായി, 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. 5-ാം ദിവസത്തിലേക്ക് രക്ഷാപ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഇത് എത്രത്തോളം റിസ്ക് ആണ് എന്ന് ബോത്തി ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം, എത്രത്തോളം റിസ്ക് ആണ്, എത്രത്തോളം ഇത് ആശാവഹമാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ എന്നാൽ പോലും ജീവൻ്റെ തുടിപ്പുകൾ ഇപ്പോഴും ആ മണ്ണിനടിയിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോഴുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു വിവാദം നമ്മൾ കേട്ടതാണ്. കൃത്യമായിട്ടുള്ളൊരു അലംഭാവം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയുന്നതാണ്. ഇന്നലെ രാവിലെ മുതൽ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങളുടെയും, കേരളത്തിൽ നിന്നുള്ള സംവിധാനങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള സമ്മർദ്ദം അത് ശക്തമായതിനു ശേഷമാണ് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജറായിട്ടുള്ള ഒരു തിരച്ചിൽ ഈ പ്രദേശത്തേക്ക് തുടങ്ങാനായത്. നമ്മളിത് കണ്ണടച്ച് അല്ലെങ്കിൽ ഇരുട്ടാക്കുകയല്ല, അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുകയല്ല. കൃത്യമായിട്ട് ഈ സംഭവത്തിൽ അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് പരിമിതികളേറെ
ഒട്ടേറെയുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ശ്രീധരൻ, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല സംവിധാനങ്ങൾ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊക്കെയും ആ സ്ഥലത്തുണ്ടാവും. ഒന്ന്, കാലാവസ്ഥ അങ്ങനെയാണ്, മഴ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, വെള്ളം പരമാവധി ഉൾക്കൊണ്ട് നിൽക്കുന്ന മണ്ണാണ്. അത് നീക്കം ചെയ്യുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാവുന്ന മറ്റു പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് മാത്രമേ കഴിയൂ. എങ്കിലും തുടക്കത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു എന്നത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. കാരണം GPS സിഗ്നൽ ഉണ്ട്, അത് മണ്ണിനടിയിൽ നിന്നാണ് എന്നും അർജുന്റെ വാഹനമാണ് എന്നുമൊക്കെ പോലീസിനോടും മറ്റ് ബന്ധപ്പെട്ടവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തന്നെ 2 ദിവസത്തിലേറെ വേണ്ടി വന്നു എന്നുള്ളതാണ്.